Hello everyone, welcome to G-Pod. It's me, Nafi. Yes, പല കുട്ടികളുടെയും ഡൗട്ടാണ് റീവാലുവേഷൻ റിസൾട്ട് എന്നാണ് വരാന്നുള്ളത്. നിങ്ങൾക്കറിയാം ഈ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് 17 ഇത് നീട്ടുമെന്ന് അറിയില്ല. എന്തായാലും മെയ് 17 തന്നെ എന്ത് ചെയ്യും, റീവാലുവേഷൻ റിസൾട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയം അവസാനിക്കും. അതിനുശേഷമായിരിക്കും റീവാലുവേഷൻ റിസൾട്ട് വരിക. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വരാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ട്രയൽ അലോട്ട്മെൻറ്റിനും ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനും ഇടയിലുള്ള ഒരു ദിവസമായിരിക്കും എന്ത് ചെയ്യുക, മിക്കവാറും റീവാലുവേഷൻ അല്ലെങ്കിൽ മിക്കവാറും തന്നെ ആയിരിക്കും മെയ് 24 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങൾക്ക് ഇടയിലായിരിക്കും എന്ത് വരിക, റീവാലുവേഷൻ റിസൾട്ട് വരാനുള്ള ചാൻസ്. അങ്ങനെ റീവാലുവേഷൻ റിസൾട്ട് നിങ്ങൾക്ക് ഗ്രേഡ് മാറി, ഇപ്പോൾ ഫിസിക്സ് നിങ്ങൾക്ക് B+ ആണ്, അത് A ആയി. കെമിസ്ട്രി നിങ്ങൾക്ക് C+ ആണ്, അത് A ആയി. അല്ലെങ്കിൽ സോഷ്യൽ നിങ്ങൾക്ക് B+ ആണ്, അത് A+ ആയി. അങ്ങനെ ഗ്രേഡ് മാറിയാൽ ആ മാറിയ ഗ്രേഡ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രയൽ അലോട്ട്മെൻറ്റ് മുതൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മാറിയ ഗ്രേഡ് അതിലേക്ക് എന്ത് ചെയ്യാം, കൂട്ടിച്ചേർക്കാം. അപ്പോൾ മെയ് 24 ജൂൺ 2 ഇടയിലായിരിക്കും മിക്കവാറും എന്ത് വരിക, നിങ്ങളുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഇനിയും ആരെങ്കിലും +1 അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തറാ, നിങ്ങൾ ആരൊക്കെയാണ് +1 അപ്ലൈ ചെയ്ത് കഴിയാത്തത്. നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയ് 20 ആട്ടോ. മെയ് 20 നിങ്ങൾ എന്ത് ചെയ്യണം, +1 അപ്ലൈ ചെയ്തിരിക്കണം. നിങ്ങൾ റീവാലുവേഷൻ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യരുത്. റീവാലുവേഷൻ റിസൾട്ട് മെയ് 24 ജൂൺ 2 ആയിരിക്കും. ആ റീവാലുവേഷൻ റിസൾട്ടിൻ്റെ ഗ്രേഡ് കൂടിയാൽ A+ ഉള്ളത് A ഉള്ളത് A+ ആവുകയോ B+ ഉള്ളത് A ആവുകയോ ഗ്രേഡ് കൂടുകയാണെങ്കിൽ ആ കൂടിയ ഗ്രേഡ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എഡ്യൂപോഡിൽ +1 കൂടെ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം. നിങ്ങളിപ്പോൾ സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടാവും, കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടാവും, ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡ്യൂപോഡിൻ്റെ കൂടെ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം. ഫുൾ A+, 9 A+ കിട്ടിയ ആളുകൾക്ക്. അപ്പോൾ അതിനുള്ളൊരു ഫോം നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോട്ടോ. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് എന്ത് ചെയ്തോ, ഒന്ന് മെസ്സേജ് അയച്ചോ. ഈ ഒരു റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഡൗട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് മിക്കവാറും മെയ് 24 ജൂൺ 2 മെയ് 25, 26 ആകുമ്പോൾ എന്ത് ചെയ്യും, റീവാലുവേഷൻ റിസൾട്ട് നമ്മൾ വിചാരിക്കുന്നു. റീവാലുവേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. ഈ ഗ്രേഡ് കുറയുന്നുള്ള പേടിയേ വേണ്ട, റീവാലുവേഷൻ ഗ്രേഡ് എന്ത് ചെയ്യില്ല, കുറയില്ല. അപ്പം ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കട്ടെ. അപ്പം ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ നിങ്ങൾ +1 കുട്ടികളാണെങ്കിൽ എഡ്യൂപോഡ് +1 ചാനൽ എന്ത് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.